തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുന്നേറ്റം. പകുതിയിലേറെ ഗ്രാമപഞ്ചായത്തുകളിലും LDF ഭരണം. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടതുമുന്നണി തൂത്തുവാരി. തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ തൂക്കുസഭ. സംസ്ഥാനത്ത് പലയിടത്തും BJPക്ക് വലിയ നേട്ടം. UDFന് കനത്ത തിരിച്ചടി. സംസ്ഥാനത്ത് BJP സാന്നിധ്യം അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് പിന്തള്ളി രണ്ടാം സ്ഥാനത്ത്. തൃശൂർ, കോഴിക്കോട് കോർപ്പറേഷനിലും BJP നേട്ടമുണ്ടാക്കി. പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ കക്ഷി. കൊടുങ്ങല്ലൂരിലും താനൂരിലും മുഖ്യപ്രതിപക്ഷം. ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിനും അടിതെറ്റി. തിരൂർ, പരപ്പനങ്ങാടി, കൊണ്ടോട്ടി നഗരസഭകളിൽ ലീഗിന് തിരിച്ചടി. മലപ്പുറത്ത് CPMന് വൻ മുന്നേറ്റം. ബാർക്കോഴ വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടിയും KM മാണിയും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും മുഖ്യമന്ത്രി. തോൽവി പരിശോധിക്കുമെന്ന് VM സുധീരൻ. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഫലമില്ലെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നേറ്റം. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കം. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ മുന്നേറ്റമുണ്ടായി. എന്നാൽ ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. എന്നാൽ BJP അപ്രതീക്ഷിതമായ നേട്ടമാണ് ഉണ്ടാക്കിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചകമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയാണ് മുൻതൂക്കം നേടിയത്. 547 ഗ്രാമപഞ്ചായത്ത് ഇടതുമുന്നണി നേടിയപ്പോൾ UDF 365 ഒതുങ്ങി. 14 ഗ്രാമപഞ്ചായത്തുകളിൽ BJPയാണ് മുന്നിൽ. 14 ഇടങ്ങളിൽ ആർക്കും ഭൂരിപക്ഷമില്ല. ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുമുന്നണിക്കാണ് നേട്ടം. 90 ബ്ലോക്കിൽ LDF മുന്നിലെത്തിയപ്പോൾ UDFന് ലഭിച്ചത് 63 എണ്ണം. നഗരസഭകളിൽ ഇരുമുന്നണികളും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. LDF 44ഉം UDF 41ഉം. കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുമുന്നണി നിലനിർത്തിയത്. കൊച്ചി കോർപ്പറേഷൻ UDFും നിലനിർത്തി. LDF മുന്നിലെത്തിയ തൃശൂർ, UDF മുന്നിലെത്തിയ കണ്ണൂർ കോർപ്പറേഷനുകളിലും തൂക്കുസഭയാണ്. BJP വൻ മുന്നേറ്റം നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പാലക്കാട് നഗരസഭയിൽ LDF ആണ് 3-ാം സ്ഥാനത്ത്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇരുമുന്നണികളും 7 വീതം ജില്ലകളിൽ മുന്നിലെത്തി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് UDF മുന്നിലെത്തിയത്. എന്നാൽ കാസർഗോട്ട് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. SNDP, RMP, RSP, JDU എന്നീ കക്ഷികൾക്ക് അവകാശപ്പെട്ട നേട്ടമുണ്ടാക്കാനായില്ല. എന്നാൽ വെൽഫെയർ പാർട്ടിയും SDPIയും ശക്തമായ സാന്നിധ്യമായി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. കോൺഗ്രസ് നേതാവ് ശ്രീ K മുരളീധരൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. തിരുവനന്തപുരത്തുണ്ട് ശ്രീ ഇളമരം കരീം, CPM നേതാവും മുൻ മന്ത്രിയും. അദ്ദേഹം എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുമുണ്ട്. ആദ്യം ശ്രീ K മുരളീധരൻ, തൊലിപ്പുറത്ത് മാത്രം ചികിത്സിച്ചാൽ തീരുന്ന സംഭവമല്ല ഉണ്ടായിരിക്കുന്നത് എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എത്രക്ക് വലുതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആഘാതം? എന്തുകൊണ്ടുണ്ടായി ഈ പരാജയം? ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത്? ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒന്ന്, അരുവിക്കരയ്ക്ക് ശേഷമുണ്ടായ ഒരു അമിതമായ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചു. രണ്ടാമത്തത്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാകപ്പിഴവുകൾ. ഒരുപാട് റിബലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിന്നു. ഇതിനെല്ലാം പുറമെ UDFില് ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല. ഈ 3 സാഹചര്യങ്ങളിലാണ് UDFിന് ഒരു പരാജയം ഉണ്ടായത്. ആ പരാജയത്തിന് വിജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു ചുവടുവെപ്പായിട്ട് ഞങ്ങൾ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് UDF ശ്രമിക്കും. ഈ പരാജയത്തിന് ഞങ്ങൾ പരാജയമായി തന്നെ അംഗീകരിക്കുന്നു. തിരിച്ചു വരാം താങ്കളിലേക്ക്. അല്പനേരം കൂടെ ഞാൻ താങ്കളെ പ്രതീക്ഷിക്കുന്നു. ശ്രീ ഇളമരം കരീം, അമിത ആത്മവിശ്വാസം, റിബലുകൾ, ഐക്യമുണ്ടായില്ല എന്നതൊക്കെയാണ് കോൺഗ്രസ് അദ്ദേഹം പരാജയ കാരണമായി കാണുന്നത്. യഥാർത്ഥത്തിൽ അതാണോ പരാജയ കാരണം UDFിൻ്റെ? UDFിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടും UDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളോടുള്ള ജനങ്ങളുടെ കടുത്ത പ്രതിഷേധവുമാണ്. ഇന്ന് രാജ്യം മുഴുവൻ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയ്ക്ക് നേരെ വരുന്ന കടുത്ത വെല്ലുവിളികളാണ്. ഇതിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവും കേരള നേതൃത്വവും കൈക്കൊണ്ട നിലപാട് ജനങ്ങളിൽ വലിയ അവമതിപ്പുളവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ സുരക്ഷിതത്വ പ്രശ്നം വളരെ ആശങ്കയോടെ നേരിൽ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുക? അപ്പോൾ തികച്ചും
ജനവിരുദ്ധമായി മാറിയ സർക്കാരിൻ്റെ മുഖവും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളുമാണ് UDFൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം. ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശരിയായ നിലപാട് സ്വീകരിച്ചു എന്നത് ജനങ്ങൾ പൊതുവിൽ വിശ്വസിക്കുന്നു. ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനായി ഉറച്ച നിലപാട് കൈക്കൊള്ളാൻ കഴിയുമെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ എല്ലാം പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. റിബലുകളും തർക്കങ്ങളുമൊക്കെ എക്കാലത്തും കോൺഗ്രസിലും UDFിലും ഉണ്ടാകുന്ന ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ട് തിരുത്താൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഭാവിയിൽ അത് കൂടുതൽ വലിയ തകർച്ചയിലേക്ക് ആ പാർട്ടിയെ നയിച്ചേക്കും. ശ്രീ കെ മുരളീധരൻ, രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ ഇപ്പോഴും സ്പർശിക്കുന്നില്ല കോൺഗ്രസ്, തിരിച്ചറിയുന്നില്ല കോൺഗ്രസ് എന്ന വിമർശമുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും പറഞ്ഞു BJPയുടെ വരവ് പ്രധാനം തന്നെ, പക്ഷേ അതല്ല, അത് അത്ര വലിയ വരവല്ല, അത്രയ്ക്ക് ഗൗരവമറിയിക്കുന്നതുമല്ല, അത്രയ്ക്ക് പ്രധാനപ്പെട്ടതല്ല എന്ന് പറയുന്നു നേരത്തെ മുഖ്യമന്ത്രിയും. എന്തുകൊണ്ടാണ് BJPയുടെ വരവിനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവമായി കാണുന്നതിൽ കോൺഗ്രസിന് വീഴ്ചയുണ്ടായത്? ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, BJP അഖിലേന്ത്യാ തലത്തിൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരിടത്തും സ്വാധീനമില്ല. BJPയുടെ വർഗീയ നയത്തിനെ ഏറ്റവും ശക്തമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എതിർത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നാളെ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്ന ബീഹാറിൽ RJDയും JDUവും കോൺഗ്രസുമായിട്ടുള്ള മഹാസഖ്യമാണ് അവിടെ BJPയെ നേരിടുന്നത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇടതുപക്ഷ കക്ഷികൾ അവിടെ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മഹാസഖ്യത്തിന്റെ വോട്ട് ഭിന്നിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPയുടെ ഈ കടന്നുകയറ്റത്തിന് ഇപ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട കാര്യമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ BJP ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ മാത്രം എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും പാർട്ടി ഗൗരവമായിട്ട് ആലോചിക്കും. അതിന് പ്രതിവിധി ഉണ്ടാക്കുന്ന നടപടികൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ശ്രീ കെ മുരളീധരൻ, ബീഹാറിൽ അടക്കം ദേശീയ തലത്തിൽ BJPക്ക് പ്രധാനപ്പെട്ട എതിർ കക്ഷി, അവരെ എതിർക്കുന്ന ആളുകൾ കോൺഗ്രസ് ആണ്, സ്വാഭാവികമാണത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അവരുടെ എതിർപക്ഷത്തുണ്ടാകേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനായിരുന്നു മുന്നേറ്റം ഉണ്ടാക്കേണ്ടിയിരുന്നത്. BJPയെ വെല്ലുവിളിയായി തിരിച്ചറിയുന്ന, പ്രത്യേകിച്ചും ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ജനത കോൺഗ്രസിനെ സെലക്ട് ചെയ്യണമായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തടക്കം 3ാം സ്ഥാനത്തേക്കാണ് പോയത്. ഇടതുപക്ഷത്തെ 2ാം സ്ഥാനത്തേക്കെടുത്ത BJPക്ക് 10-31 സീറ്റുകളുണ്ട് അവിടെ കോർപ്പറേഷനിൽ. അവിടെ കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ് ജനത. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ BJPയെ എതിർത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കേരളത്തിൽ BJP എതിർക്കാൻ ശേഷിയില്ലാത്തവരായി കേരള ജനത കണ്ടത്? BJPയുടെ ഇങ്ങനത്തെ ഒരു കടന്നുകയറ്റം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റ് തന്നെയാണ്. കാരണം ഇപ്പൊ കേരളത്തിൽ BJP അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് അവർ മത്സരിക്കുന്നുണ്ട്, തോൽക്കാറുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ പിന്നെ ഒരു മോഡി തരംഗം ഇന്ത്യയിൽ ഉണ്ടായപ്പോഴും BJPയെ തടഞ്ഞു നിർത്താൻ കേരളത്തിൽ കഴിഞ്ഞു. കാരണം BJPക്ക് അത്ര വലിയ ശക്തിയായിരുന്നില്ല. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ, ഈ SNDPയുമായി ഉണ്ടാക്കിയ സഖ്യം BJPക്ക് കൂടുതൽ വോട്ട് കുറയ്ക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഏതായാലും BJPയുടെ ഇന്നത്തെ ഈ വളർച്ചയെ ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെ ഇവരെ പെട്ടെന്ന് അങ്ങ് എഴുതി തള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരു ചെറിയൊരു വളർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ തടയേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ ഈ BJPയുടെ ഉള്ള മുന്നോട്ടുള്ള വളർച്ച അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിൽ BJPയുടെ ശക്തി അളക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ കെ മുരളീധരൻ, ഇത് വിമത പ്രശ്നം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച് വലിയ തോതിലുള്ള റിബൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഈ രാഷ്ട്രീയമായിട്ടുള്ള BJPക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടുന്ന സമയത്ത് പോലും അതിന് സാധിക്കാത്ത വിധത്തിൽ റിബൽ പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുകയായിരുന്നു തിരുവനന്തപുരത്തടക്കം പാർട്ടി. തിരുവനന്തപുരത്തെ ഏതെങ്കിലും ചില നേതാക്കൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടുകൂടി ആയിരിക്കുമോ കോർപ്പറേഷനിൽ ഈ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാവുക? അല്ല, കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് പറ്റിയ പാളിച്ച, ഞങ്ങളുടെ ഒരു അസസ്മെന്റ്, പരമാവധി ഒരു 12-15 സീറ്റുകളിൽ BJP അതിൽ കൂടുതൽ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. ഞങ്ങൾ വിചാരിച്ചത് UDFും LDFും തമ്മിലുള്ള ഫൈറ്റിൽ
അതിനായിരിക്കും മുൻതൂക്കം. ഒന്നുകിൽ LDF-ന് മുൻതൂക്കം, ചെറിയ LDF-ന് മുൻതൂക്കം എന്ന് ഞങ്ങൾ കണക്കാക്കിയിരുന്നു ഇലക്ഷന് ശേഷം. പക്ഷേ BJP-യുടെ ഈ 34 വരെയുള്ള ഒരു പോക്ക് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയല്ല. അവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പാളിച്ച സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി. UDF-ല് അരുവിക്കര വരെ ഉണ്ടായിരുന്ന ഒരു ഐക്യം ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സാധാരണയൊക്കെ വിമതന്മാർ UDF-ൽ വരുമ്പോൾ ഒരു ഇലക്ഷന്റെ ഒരു മധ്യഘട്ടം എത്തുമ്പോൾ അവർ മാറാറുണ്ട്, അല്ലെങ്കിൽ അവർ സൈലന്റ് ആവാറുണ്ട്. പക്ഷെ ഇത്തവണ അവസാന നിമിഷം വരെ റിബലുകൾ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചതും ഞങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ ഒരു സ്ഥിതിയാണ് BJP ഇപ്പോഴും നിൽക്കുന്നത്. അത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അന്ന് 1ാം സ്ഥാനത്ത് BJP, 2ാം സ്ഥാനം UDF, 3ാം സ്ഥാനം LDF. ഇപ്പോൾ LDF 1ാം സ്ഥാനത്ത് വന്നു, BJP 2ാം സ്ഥാനത്ത് വന്നു, ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ തിരുവനന്തപുരത്തെ പാർലമെന്റിന്റെ ഒരു എഫക്ട് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തടയപ്പെടേണ്ട തന്നെയാണ്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഞാൻ തിരിച്ചു വരാം ശ്രീ K. മുരളീധരൻ. താങ്കളെ അല്പസമയം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ K. മുരളീധരനും എളമരം കരീമിനും ഒപ്പം BJP-യുടെ ശ്രീ VV രാജേഷും CPI-യുടെ ശ്രീ പ്രകാശ് ബാബുവുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വളരെ പെട്ടെന്ന് അധികളിലേക്ക് വരാം. അതിനു മുമ്പ് റിപ്പോർട്ടർമാരിലേക്ക് ചെറിയ റിപ്പോർട്ടുകളിലേക്ക്. ആദ്യം കോട്ടയത്ത് നിന്നും ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, എന്താണ് കോട്ടയത്തെ നില? വളരെ ചുരുക്കി. സനീഷ്, കോട്ടയത്ത് UDF-ന് വേണ്ട രീതിയിലൊരു UDF ഭരണം നിലനിർത്തി, ജില്ല നിലനിർത്തിയെങ്കിൽ പോലും അവർ പ്രതീക്ഷിച്ച അത്രയത്തേക്ക് ആ ഒരു നിലയിലേക്ക് അവരുടെ വിജയം എത്തിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കണക്കുകൾ അങ്ങനെയാണ് പരിശോധിച്ചാൽ മനസ്സിലാക്കുക. 71 ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. അതിൽ 50 UDF ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. 21 ഇടങ്ങളിലാണ് LDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 22 ജില്ലാ പഞ്ചായത്തുകളിൽ 14 എണ്ണമാണ് UDF നേടിയിരിക്കുന്നത്. അതിൽ 8 ഇടങ്ങളിൽ കോൺഗ്രസും 6 ഇടങ്ങളിൽ കേരള കോൺഗ്രസുമാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ 8ഉം 6ഉമായി 14 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ UDF പിടിച്ചിട്ടുണ്ട്. LDF-നാകട്ടെ 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് അതേസമയം പിടിക്കാനായത്. 8ൽ 6 എണ്ണം CPM-നാണ് ലഭിച്ചിരിക്കുന്നത്. 1 എണ്ണം CPI-യും 1 എണ്ണം കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയുമാണ് പിടിച്ചിരിക്കുന്നത്. PC ജോർജ് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്നതാണ് പ്രധാനം. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായിരുന്ന നിർമ്മല ജിമ്മി, അവർ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അവരെ കേരള കോൺഗ്രസ് M-ന്റെ ആ നിർമ്മല ജിമ്മിയെ അട്ടിമറിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയുടെ ലിസി സെബാസ്റ്റ്യൻ വിജയം കൊയ്തിരിക്കുന്നത്. നന്ദി ആൽവിൻ. വിവരങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇടപെട്ടത്. ശ്രീ എളമരം കരീം, BJP വലിയ മുന്നേറ്റമാണ്, ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നതിൽ നിന്ന് മാറ്റിയിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരുന്നു. ബീഫ്, കേരള ഹൗസ് വിവാദം, അതുപോലെ തന്നെ SNDP-യുമായുള്ള ചേർച്ച. SNDP തന്നെ വലിയ രാഷ്ട്രീയമായി എതിർക്കപ്പെട്ടു. എന്നിട്ട് പോലും അവർക്ക് നേട്ടമുണ്ടാക്കാനായി എന്നത് യഥാർത്ഥത്തിൽ ഒരല്പം ചെറിയ വീഴ്ചയോ അല്ലെങ്കിൽ പരാജയമോ അല്ല ഇടതുപക്ഷത്തിൻ്റെ? ഇല്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഇവിടെ രാജ്യത്താകെ BJP നേട്ടമുണ്ടാക്കിയ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസിൻ്റെ ചെലവിലാണ് അവർ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അവർക്ക് വിജയിക്കാനായ സംസ്ഥാനങ്ങൾ, ലോക്സഭാ സീറ്റുകൾ, ഇതെല്ലാം വിശകലനം ചെയ്താൽ കോൺഗ്രസ് തകരുന്നിടത്ത് BJP-ക്ക് നേട്ടമുണ്ടാവുന്നു. കേരളത്തിന് സംഭവിച്ചതാ. കോൺഗ്രസ് ഈ വർഗീയതക്കെതിരായി ശരിയായ നിലപാട് സ്വീകരിക്കാതെ അവസരവാദ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരുടെ അണികൾ വലിയ തോതിൽ ആ പാർട്ടി വിട്ടുപോകുന്നു. BJP-യോടൊപ്പം നിന്നാലും BJP-യെ ജയിപ്പിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കാൻ ഇടയാക്കുന്നു. ഈ അവസരവാദ നിലപാടാണ് വർഗീയ ശക്തികൾക്ക് വിജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഇനിയെങ്കിലും കോൺഗ്രസ് തിരിച്ചറിയണം. ഇപ്പോൾ ബംഗാളിൽ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ടപ്പോൾ ഒരു നേതാവ് പോലും BJP-യിലേക്ക് മാറിയിട്ടില്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ നേതാക്കന്മാർ കൂട്ടത്തോടെ BJP-യോടൊപ്പം ചേരുകയാണ്, അവരുടെ സ്ഥാനാർത്ഥികളായി മാറുകയാണ്. ഈ പ്രവണത തിരിച്ചറിയാനും വർഗീയതക്കെതിരെ, ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനും മതനിരപേക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് തയ്യാറാവണം. അത് തയ്യാറാവാതിരിക്കുന്നതാണ് ഇവിടെ വർഗീയ ശക്തികൾക്ക് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാവാനിടയാക്കുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ VV രാജേഷ്, BJP വളർന്നിട്ടുണ്ട്, അഭിനന്ദനം അർഹിക്കുന്നതാണ്. നിങ്ങളടക്കമുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് BJP-ക്ക് വളർച്ച ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ചർച്ചയാണല്ലോ. അതുകൊണ്ട് BJP-യെ പക്ഷേ അപ്പോൾ തന്നെയും BJP-ക്കെതിരായ അതിശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയാണ് ജനം വോട്ട് ചെയ്തത് എന്ന് വെച്ചാൽ BJP-ക്കെതിരാണ് കേരളത്തിന്റെ മനസ്സ് എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുമില്ലേ?
സനീഷ്, ഇവിടെ BJP കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി കുറച്ച് സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ UDFിൻ്റെയും LDFിൻ്റെയും നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലഘട്ടത്തിൽ LDFിനും UDFിനും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന 10,000-കണക്കിന് ജനങ്ങളാണ് അരുവിക്കരയിലും കഴിഞ്ഞ പാർലമെന്റിലും ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ഞങ്ങൾ നേടിയിട്ടുള്ള ഈ വിജയം അത് കേരളത്തിൽ വരാൻ പോകുന്ന എന്തോ ഒരു അപകടമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ജനാധിപത്യത്തിന്, ആരോഗ്യപരമായ ജനാധിപത്യ ചർച്ചയ്ക്ക് യോജിച്ചതല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. BJP കേരളത്തിൽ കടന്നു വരുന്നു, അതിനെ ചെറുക്കേണ്ടതാണ്. ചെറുക്കാൻ സാധിക്കില്ല. ചെറുക്കാനായിരുന്നല്ലോ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചെറുക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ച് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ LDFിൻ്റെ നേതാക്കന്മാർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി UDF സർക്കാർ ഒത്തീർപ്പായി കൊടുക്കുക. 5 കോടിയും 10 കോടിയും ഒക്കെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്കും അനുമതി കൊടുത്തതിനെ UDF സർക്കാർ ഒത്തീർപ്പായി കൊടുക്കുക. അത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ പണമാണ്. ഈ അഴിമതി ഭരണം, ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ഇത് നിരാകരിച്ചുകൊണ്ട് കേരളക്കരയിലെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് കോൺഗ്രസ് വിചാരിച്ചാലാണ് തടയാൻ സാധിക്കുന്നത്? ഏത് LDF വിചാരിച്ചാലാണ് തടയാൻ സാധിക്കുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് പലയിടത്തും ഞങ്ങളെ പരാജയപ്പെടുത്തി, നേമത്തുൾപ്പെടെ, കാസർഗോഡ്, മഞ്ചേശ്വരം ഉൾപ്പെടെ. ഇപ്പം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസിന് അന്ധമായ LDF വിരോധമാണ്. അതിനർത്ഥം കോൺഗ്രസ് അന്ധമായ LDF വിരോധം മാറ്റി വെച്ചിട്ട് ഞങ്ങളുമായി സഹകരിക്കണം. ഇതിനെയാണ് ഞങ്ങൾ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്ന്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ 40-50 വർഷമായി നമ്മുടെ കേരള സംസ്ഥാനം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നത്. എന്താ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? കഴിഞ്ഞ ഒരു 35 വർഷമായി LDFിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നടന്നപ്പോൾ മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ല, സമ്പൂർണ്ണമായും അഴിമതിയ. അതിനെതിരെ പ്രതിപക്ഷ കക്ഷി എന്നുള്ളതിലേക്ക് ഒരു സമരമെങ്കിലും ചെയ്യാൻ UDFിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചോ? അവർ LDFുമായി കൊള്ള മുതൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇത് കേരളത്തിലെമ്പാടും നടന്നതാണ്. ഇത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി SNDP നേതൃത്വവും BJPയും തമ്മിൽ ചർച്ച നടത്തി, KPMSുമായി ചർച്ച നടത്തി, ചില സ്ഥലങ്ങളിൽ പ്രാദേശിക NSS നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തി, വിശ്വകർമ്മ സഭയുമായി ഞങ്ങൾ ചേർന്നു. ഇതൊക്കെ തന്നെ എന്തോ അപകടം എന്ന തരത്തിലാണ് LDFിൻ്റെ ഒക്കെ നേതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ LDFിൻ്റെ കാൻഡിഡേറ്റായി അദ്ദേഹം മത്സരിച്ചെത്തപ്പോഴേക്കും ഇതിന് പ്രശ്നമില്ലായിരുന്നല്ലോ. KPMS ശ്രീ TV ബാബു CPIയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ, അന്ന് കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവരൊക്കെ തന്നെ BJPയുമായി എന്തെങ്കിലും ചർച്ച നടത്തുക. ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് സാർ. ഞങ്ങൾ 283 സീറ്റിൽ ഒറ്റയ്ക്ക് വിജയിച്ച പാർട്ടിയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ച പാർട്ടിയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു: കേരളത്തിന്റെ വികസനം, കേരളത്തിലെ അഴിമതിയില്ലായ്മ, ഇത് BJPയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. BJPയുടെ നേതൃത്വം അതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. LDFും UDFും ഇനി എത്രയൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ വിജയത്തെ തടയാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരാൻ തീരുമാനിച്ചാൽ ഒരു കാരണവശാലും അതിനെ പിറകോട്ടടിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗുമായി ഒരു നിമിഷം ശ്രീ വി രാജേഷ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒപ്പം ശ്രീ കെ മുരളീധരൻ, ശ്രീ ഇളമരം കരീം, ഒപ്പം പ്രകാശ് ബാബു കൂടെയുണ്ട് തിരുവനന്തപുരത്ത്. വളരെ പെട്ടെന്ന് വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പ്രകാശ് ബാബു, ഏത് നിലക്കാണ് CPI ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ, മുന്നോട്ടു പോക്കിനെ വിശദീകരിക്കുക? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, അതായത് BJP വമ്പൻ വളർച്ച ഉണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ആയിരിക്കണം ഒരുപക്ഷെ, അല്ലെങ്കിൽ ആ സംശയമുണ്ടായ കാലത്ത് കാനത്തിൻ്റെ ഒരു പ്രസ്താവന വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നല്ലോ. ഇവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷ സമുദായത്തിന് മേൽ വളരുകയാണ്, അത് തടയപ്പെടേണ്ടതാണ്, അത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നു എന്ന പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടായിരുന്നു. അത്തരം സംശയങ്ങൾക്കോ ചാഞ്ചല്യങ്ങൾക്കോ നിൽക്കേണ്ടതില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ വർഗീയ വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ വിജയിപ്പിച്ചുകൊള്ളും എന്ന ആത്മവിശ്വാസത്തിൻ്റെ തിരിച്ചുവരവിന് ഈ തെരഞ്ഞെടുപ്പ് വിധി കാരണമായിട്ടുണ്ടോ? അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം UDF നടത്തിയിരുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. LDFിനെ ഞങ്ങളിതാ ശരിപ്പെടുത്തിയിരിക്കുന്നു, ഇനി LDF തിരിച്ചു വരാനേ പോകുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശദീകരിച്ചത്. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാ തലങ്ങളിലും, ത്രിതല തലങ്ങളിലും, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തലങ്ങളിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷം നേടുന്ന നിലയിലേക്ക്, ഈ സ്ഥാപനങ്ങളിൽ മേൽക്കൈ നേടുന്ന നിലയിലേക്ക് അതിൻ്റെ അന്തിമ ഫലം വന്നു കഴിഞ്ഞു.
ഇവിടെ BJPയുടെ അഭിപ്രായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പറഞ്ഞ ഒരു കാര്യം അതിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചതാണ് ശ്രീ സനീഷ് ഇപ്പം സൂചിപ്പിച്ചത്. BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കേരളത്തിൽ BJPയും BJPയുടെ ഒപ്പം നിൽക്കുന്ന ചില സമുദായ സംഘടനകളും കൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അത് LDFും UDFും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ മറ്റ് വിവിധ മേഖലകളിൽ അതിലെല്ലാം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനമാണ് LDFും UDFും തുടർച്ചയായി കൈക്കൊള്ളുന്നത് എന്ന നിലയിൽ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. ആ പ്രചരണത്തിൽ തെറ്റിദ്ധരിച്ച് നിരവധി ഭൂരിപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അതിനകത്ത് ശരിയല്ലയോ എന്നുള്ള നിലയിൽ ചർച്ചയും ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി BJPക്ക് കഴിഞ്ഞിരുന്നു. അവിടെയാണ് ശ്രീ സനീഷ് സൂചിപ്പിച്ച കാനം രാജേന്ദ്രൻ പറഞ്ഞ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി, അത് LDF എന്നുള്ള നിലയിൽ CPI ആയാലും CPM ആയാലും LDF എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരിക്കലും ന്യൂനപക്ഷ പ്രീണനമല്ല നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ന്യൂനപക്ഷ സംരക്ഷണമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സമീപനമാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണികളുടെ, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കടമയാണ്. ഞങ്ങൾ അതാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ അതിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനമാണെന്നുള്ള നിലയിൽ BJP നടത്തിയ പ്രചരണത്തിൽ കുറച്ചെങ്കിലും ഈ കേരളത്തിലെ ഭൂരിപക്ഷ വിഭാഗങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. അത് ദൂരീകരിക്കുന്നതിനുള്ള ശ്രമമാണ് കാനം നടത്തിയത്. ഇവിടെ BJPയുടെ ചെറിയ മുന്നേറ്റം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അവിടെ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ സ്പേസാണ് BJP എടുത്തത് എന്ന് നമുക്കതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒന്നും BJPക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രകാശ് ബാബു. നമ്മുടെ ചർച്ചയിലേക്ക് വേണ്ടുന്ന വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ജയേഷ് രാഘവനും കണ്ണൂരിൽ നിന്ന് ശ്രീകരണും ചേരുന്നുണ്ട്. അവരിൽ നിന്ന് ലഭിക്കേണ്ടത്, ജയേഷ്, കോഴിക്കോട്ട് BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അവിടങ്ങളിലും ദോഷമുണ്ടായത്, അല്ലെങ്കിൽ അവർ പിടിച്ചത്, ആ നേട്ടത്തിന് വേണ്ടി അവർ പിടിച്ചത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എത്രമേൽ ശരിയാണത്? സനീഷ്, കോഴിക്കോട് BJP 7 സീറ്റുകളാണ് ജയിച്ചത്. ഇതിൽ 4ഉം LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതേസമയം ഒരു ധാരണയുണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ കൗശലം BJP നേടുന്ന ഓരോ അധിക വോട്ടും അത് ഇടതു മുന്നണിയുടെ, പ്രത്യേകിച്ച് CPMൻ്റെ കൈകളിൽ നിന്നാണ് പോകുന്നു എന്നുള്ള ഒരു ധാരണ UDF നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ ധാരണയെ തകർത്തു കളയുന്ന ഒരു വിജയം, മിന്നുന്ന വിജയം തന്നെയാണ് കോഴിക്കോട്ട് BJP നേടിയിട്ടുള്ളത്. BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടിയ ഓരോ അധിക വോട്ടുകളിൽ 2 ഇരട്ടിലധികം വോട്ടുകൾ അവർ നേടിയപ്പോൾ കോഴിക്കോട്ട് UDFിനെതിരെ സിറ്റിംഗ് സീറ്റുകൾ 7 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. പല വാർഡുകളും UDF BJP പ്രത്യേകിച്ച് 2ഉം 3ഉം ഇരട്ടി വോട്ടുകളായപ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലെ പല വാർഡുകളിലും UDFിൻ്റെ കൈകളിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇരു മുന്നണികൾക്കും ഭീഷണിയാകുന്ന തരത്തിലേക്ക് തന്നെയാണ് BJP ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ഇരു മുന്നണികളും വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് BJPയുടെ ഈ മുന്നേറ്റം കാണുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും BJP ഇത്തവണ 1ഓ 2ഓ സീറ്റുകളിൽ ഒരു സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമായിരുന്നു ഇടതു മുന്നണിയും അതോടൊപ്പം തന്നെ UDFും കണ്ടിരുന്നത്. എന്നാൽ 7 സീറ്റുകളിൽ അവർ വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 7 സീറ്റുകളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. ശ്രീ കിരൺ കണ്ണൂരിൽ നിന്നാണ് ചേരുന്നത്. കിരൺ, കണ്ണൂരിലേത് എല്ലാ കാലത്തും അക്രമ രാഷ്ട്രീയമാകുമല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അവിടെ അതിൻ്റെ അടയാള മുഖങ്ങളായി കാണിച്ചിരുന്ന, എന്ന് വെച്ചാൽ UDFും പ്രതിപക്ഷവും, ഈ CPMൻ്റെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ കാണിച്ചിരുന്ന കാരായിമാർ രണ്ടുപേരും ജയിച്ചത് ഒരുപക്ഷെ അവർക്ക് വളരെ ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത് എന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ തലശ്ശേരി നഗരസഭയിൽ 6ഇടത്തോ മറ്റോ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ BJPയുടെ നേട്ടമുണ്ടാക്കലുകൾ എന്ന് വെച്ചാൽ BJP പിടിച്ച വോട്ടുകൾ ആരുടേതാണ്? കണ്ണൂരിൽ എങ്കിലും അത് CPMൻ്റെ വോട്ടാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള UDF മുന്നണിയുടേതാണോ? മുസ്ലിം ലീഗിന്റെ നില എങ്ങനെയാണ് അവിടെ?
സനീഷ്, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ BJP വലിയൊരു നേട്ടം തന്നെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കിയെന്ന് പറയാം. കാരണം തലശ്ശേരി നഗരസഭയിൽ അവിടെ കഴിഞ്ഞ തവണ 2 സീറ്റുകളിലായിരുന്നു BJP സാന്നിധ്യം അറിയിച്ചിരുന്നത്, BJP ജയിച്ചിരുന്നത്. അത് ഈ തവണ 6 ആക്കി ഉയർത്താൻ അവർക്ക് സാധിച്ചു. ഇതിൽ തലശ്ശേരിയെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലശ്ശേരി SNDPയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് കണ്ണൂർ ജില്ലയിൽ. അത്തരത്തിലുള്ള ചില വോട്ടുകളും BJPയിലേക്ക് എത്തിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോൺഗ്രസിന്റെയും CPMന്റെയും തന്നെ വോട്ടുകളും BJPക്ക് അനുകൂലമായി ലഭിച്ചുവെന്ന് നമുക്ക് വേണം കരുതാൻ. കാരണം അത്തരത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാനൂരാണ്. പാനൂർ നഗരസഭയിലും അതുപോലെ പുതിയ നഗരസഭയായ ഇരിട്ടിയിലും ഈ 2 നഗരസഭകളിലും BJP 3 സീറ്റുകൾ വീതം നേടിയിരിക്കുന്നു. ഇതും വലിയ ഒരു കാരണം ഇരിട്ടി എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. പക്ഷേ അവിടെ BJPക്ക് ശക്തമായ അല്ലെങ്കിൽ ഒരു ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇരിട്ടി. അതുപോലെ തന്നെയാണ് പാനൂർ മേഖലയും. ഈ 2 മേഖലകളിലും BJP അവരുടെ വോട്ടുകൾ തന്നെ സ്വാധീനിക്കുകയും ഒപ്പം മറ്റു ചില ഈ പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്നും അതുപോലെ ചില നിഷ്പക്ഷ അല്ലെങ്കിൽ SNDP അനുകൂല അത്തരത്തിലുള്ള വോട്ടുകളും സ്വാധീനിക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന്റെ കാര്യമാണ്. കാരണം കണ്ണൂർ നഗരസഭയിൽ കാലങ്ങളായി UDF ഭരിച്ചുകൊണ്ടിരുന്ന നഗരസഭയാണ്, അത് കോർപ്പറേഷനായി മാറിയിരിക്കുന്നു. പക്ഷേ നേരത്തെ നിലയിൽ മുസ്ലിം ലീഗ് വളരെ കരുത്തുറ്റ ഒരു പോരാട്ടം അല്ലെങ്കിൽ നേട്ടം കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമായിരുന്നു കണ്ണൂർ നഗരസഭ. എന്നാൽ ഇക്കുറി അത് വ്യത്യസ്തമായി മാറിയിരിക്കുന്നു. കോർപ്പറേഷൻ വന്നതോടുകൂടി 27 സീറ്റുകൾ വീതം LDFും UDFും നേടി ഒരു വിമതനും ജയിച്ചിരിക്കുന്നു. അപ്പോൾ വിമതന്റെ നിർണായകമായ അല്ലെങ്കിൽ നിലപാടാണ് ഇപ്പോൾ നിർണായകമാകുന്നത്. കോർപ്പറേഷനിൽ ആ ഒരു നിലക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടെയുണ്ട്. തിരിച്ചു വരാം കിരൺ, മറ്റ് റിപ്പോർട്ടർമാർ കൂടെയുണ്ട്. BJP വോട്ട് എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീളമരം കരീമിനോട് ചോദിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് വരാം, മറ്റതിഥികളുമുണ്ട്, ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് വീണ്ടും ഞങ്ങളുടെ പ്രതിനിധികൾ പലയിടങ്ങളിലായി തുടരുന്നുണ്ട്, അതിഥികളും കൂടെയുണ്ട്. ശ്രീളമരം കരീം, ഈ BJPയുടെ വോട്ട് പ്രധാനമാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട്ടും ബേപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പോയതായാണ് കാണുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? തീർച്ചയായും ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റുകളിൽ BJP ജയിച്ചടത്ത് പ്രാഥമിക വിശകലനത്തിൽ മനസ്സിലാകുന്നത് UDFിൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നാണ്. LDFിൻ്റെ വോട്ട് 2010 തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വർദ്ധിച്ചു, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടിങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു? കോൺഗ്രസിൻ്റെ വാർഡുകളിലാണ് ഗണ്യമായ തോതിൽ വോട്ട് കുറഞ്ഞതായി കാണുന്നത്, കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് കുറഞ്ഞതായി കാണുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ ഒരു പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 8 വാർഡുകളിൽ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്തത് MK രാഘവൻ MP-യുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സാണ്. DCC പ്രസിഡന്റ് അബു അതിൻ്റെ കൂടെയുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയ ഭീതിയിലായിരുന്നു. പ്രത്യേകിച്ച് KC അബുവിൻ്റെ മകൾ, DCC സെക്രട്ടറി, അതുപോലെ KPCC സെക്രട്ടറി ആയിട്ടുള്ള മറ്റൊരാൾ, ഇവരെല്ലാം വലിയ പരാജയ ഭീതിയിലായിരുന്നതുകൊണ്ട് അവരെ ജയിപ്പിച്ചെടുക്കുന്നതിന് BJPയുടെ വോട്ട് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. പകരം BJPക്ക് 2ാം സ്ഥാനം നേരത്തെ തന്നെയുള്ള ചേവരമ്പലം പോലുള്ള ചില വാർഡുകളിൽ, മാറാട് പോലുള്ള വാർഡുകളിൽ അവരെ തിരിച്ച് സഹായിക്കുക എന്നുള്ള മട്ടിലുള്ളൊരു ധാരണയുണ്ടാക്കി എന്ന വിഷയം ഞങ്ങൾ പരസ്യമായി പറഞ്ഞതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തെ കാര്യം വിശകലനം ചെയ്താൽ ആരാണ് ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയക്കാർ എന്ന് വ്യക്തമാവും. അവിടെ BJP ജയിച്ച വാർഡുകളിൽ UDFിൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. UDF ജയിച്ച വാർഡുകളിൽ BJPയുടെ വോട്ടും അതുപോലെ തന്നെ ചോർന്നിരിക്കുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ നേട്ടത്തിൻ്റെ അടുത്ത് പോലും ഈ തെരഞ്ഞെടുപ്പിൽ അവരെത്തിയിട്ടില്ല. ഇതിനേക്കാൾ എത്രയോ കൂടുതൽ സീറ്റുകൾ അവർക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു. എന്നാൽ UDF ജയിച്ചടത്ത് BJPയുടെ വോട്ടിൽ ചോർച്ച, BJP ജയിച്ചടത്ത് കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ചോർച്ച. ഇതെങ്ങനെ സംഭവിക്കുന്നത്? യാദൃശ്ചികമാവാനിടയില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും വിജയത്തിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ട് ഏതാനും വാർഡുകളിൽ, ഏതാനും നഗരസഭകളിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒത്തുകളിച്ചു എന്നത് വളരെ വ്യക്തമാണ്. അത് നാളെ കണക്കുകളെല്ലാം കൃത്യമായി വരുമ്പോൾ ആർക്കും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങൾ നാളെ തന്നെ അത് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ VV രാജേഷ്, താങ്കൾ അതിന് മറുപടി നൽകേണ്ടി വരും. ഞാൻ അതിനു മുമ്പ് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നു വിവരങ്ങളുമായി. അസ്ലം, അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട BJPയുടേതും UDFിൻ്റെ വോട്ടുകൾ കുറഞ്ഞതും BJP വോട്ടുകൾ നേടിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നൽകാനുള്ള വിശദാംശങ്ങളും മറ്റു വിവരങ്ങളും എന്താണ്? സനീഷ്, BJPക്ക് വ്യക്തമായ മുൻതൂക്കം കോർപ്പറേഷനിലുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 34 സീറ്റുകൾ നേടിക്കൊണ്ട് 43 സീറ്റ് നേടിയ LDFിൻ്റെ പിറകിൽ രണ്ടാമത്തെ കക്ഷിയായി മികച്ച നേട്ടമാണ് BJP ഉണ്ടാക്കിയത്. ജില്ലാ പഞ്ചായത്ത് കണക്കെടുക്കുമ്പോൾ
19 സീറ്റ് LDF വിജയിച്ചപ്പോൾ 6 UDF വിജയിച്ചത്. അവിടെയും ഒരു സീറ്റ് 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി BJP ജയിച്ചിരിക്കുന്നു. വെങ്ങാനൂരാണ് ആ സീറ്റ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും LDF നേടുന്നു, ബ്ലോക്ക് നേടുന്നു. പഞ്ചായത്തുകളിലും 50-20 നിലയിലേക്ക് LDF നേടുമ്പോൾ BJPയുടെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24 പഞ്ചായത്ത് വാർഡുകൾ, കോർപ്പറേഷൻ 24 വാർഡുകളിൽ LDF ഇപ്പോൾ ആരോപിക്കുന്നത് UDF വോട്ടുകൾ മറച്ചു എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി അവർ പറയുന്ന നിരവധി വാർഡുകളുണ്ട്. 24 വാർഡുകളിൽ പലതല്ല ഭൂരിഭാഗത്തിലും UDF 3ാം സ്ഥാനത്തേക്ക് പോയി. ചാല പോലുള്ള ചില വാർഡുകളിൽ 200-250 വോട്ട് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് നേടി എന്നുള്ളത് വളരെയധികം സംശയത്തിന് ആക്കം കൂട്ടുന്നതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ അർത്ഥത്തിൽ 24ഓളം വാർഡുകളിൽ കൃത്യമായ UDF വോട്ട് പോയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വോട്ട് മറിച്ചു എന്ന് തന്നെയാണ് CPM ആരോപിക്കുന്നത്. ഇത്തരം നിരീക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള കണക്കുകൾ തന്നെയാണ് അവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സനൂപ് ശശിധരൻ ചേരുന്നു. സനൂപ്, ഇടതുപക്ഷത്തിന് വലിയ സന്തോഷങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായ സ്ഥലം കൊച്ചിയാണ്, കൊച്ചിയിൽ കോർപ്പറേഷൻ. അവിടെ എന്താണ് സംഭവിച്ചത്? നഗരകേന്ദ്രമായ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ കൊച്ചിയിലടക്കം BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ നില? കൊച്ചിയിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നത് 39 മുതൽ 41 വരെ സീറ്റ് കോർപ്പറേഷൻ നേടുമെന്ന് തന്നെയാണ്. പക്ഷേ അവിടെ 38 സീറ്റിന്റെ UDF ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഭരണം നിലനിർത്തി ഇടതുപക്ഷം 30 സീറ്റിലേക്ക് ഒതുങ്ങി. 2 ഇടത് റിബലുകൾ, വ്യാപകമായും UDFനാണ് റിബലുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി വിജയിച്ചു കയറിയത് 2 ഇടത് റിബലുകൾ തന്നെയാണ്. 2 പേരാണ് രംഗത്തുണ്ടായിരുന്നത്, 2 പേരും വിജയിച്ചു കയറി. ഇടതുപക്ഷം വിജയിക്കുമെന്ന് കണക്കൂട്ടിയ പല സീറ്റുകളും പരാജയപ്പെട്ടു. ഇത് പാർട്ടിക്കകത്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗമാണ് രഘുപുരത്ത് ഉഷാ പ്രവീണിന്റെയും KJ ജേക്കബ്, എറണാകുളം കലൂർ സൗത്തിൽ KJ ജേക്കബ്, സെക്രട്ടേറിയറ്റ് അംഗമായ KJ ജേക്കബ് ഉൾപ്പെടെയുള്ള സീറ്റുകൾക്ക് പരാജയത്തിന് വഴിവെച്ചത് പാർട്ടിയിലെ ഒരു വിഭാഗമാണ് എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. BJP കൃത്യമായി തന്നെ അവരുടെ വോട്ടുകൾ വീണു. പക്ഷേ SNDPയുമായുള്ള ബന്ധം അവർക്ക് ഒരു തരത്തിലും എറണാകുളത്ത് ഗുണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. BJPയുടെ വിമത ഉണ്ടായിട്ട് പോലും അവിടെ BJP വിജയിച്ചു കയറി. ഈഴവ വോട്ടുകൾ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്പ്യാപുരം പോലുള്ള വാർഡുകളിലെ റിസൾട്ടുകൾ കാണിക്കുന്നത്. അവിടെ നമ്പ്യാപുരത്ത് UDF വിമത ഈഴവ സ്ഥാനാർത്ഥി കൂടിയാണ്, അവർ വിജയിച്ചു കയറി. തൊട്ടപ്പുറത്ത് പുല്ലാർ ദേശത്ത് ഇടതുപക്ഷവും ജയിച്ചു. ഈ രണ്ടും SNDPയുടെ ഈഴവ വോട്ടുകളുടെ ശക്തി കേന്ദ്രമായിരുന്നു. ഏറ്റവും കൂടുതലും ദോഷം ചെയ്തിരിക്കുന്നത് UDFന് തന്നെയാണ്. വിമതരായിരുന്നില്ല പ്രശ്നമുണ്ടാക്കിയത്. പക്ഷേ ഇടതുപക്ഷം കൃത്യമായി തന്നെ വിവരങ്ങൾക്ക് നന്ദി. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ VV രാജേഷ്, അഡ്ജസ്റ്റ്മെന്റ് ആണ് UDFും LDFും തമ്മിൽ എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ, പക്ഷേ വോട്ടുകളുടെ കണക്ക് വെച്ച് സംസ്ഥാന നേതാവായ ശ്രീ ഇളമരം കരീം തന്നെ വളരെ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, കോഴിക്കോട്ടും തിരുവനന്തപുരത്തും UDFുമായിട്ട് ഏതോ തരത്തിലുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേതാക്കളുടെ പേര് പോലും പറയുന്നുണ്ട്. അതിന് അദ്ദേഹം അത് പറയുമ്പോൾ നാട്ടുകാർക്ക് മുന്നിലുള്ള കണക്കുകൾ വളരെ വ്യക്തവുമാണ്. എന്തൊരു അത്ഭുതമാണ്. അതായത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു വാർഡ്, ആറ്റിപ്ര വാർഡ് നോക്കുക. 34 സ്ഥലത്ത് തിരുവനന്തപുരത്ത് ജയിച്ച ആറ്റിപ്ര വാർഡിൽ LDF 2ാമതാണ്. ഈ 90 വോട്ടുകൾ മാത്രമാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. എന്ന് വെച്ചാൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു മാത്രമല്ല, വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതോ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി കൂടെ എന്ന് അദ്ദേഹം ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയില്ലേ നാട്ടുകാർക്ക്? അതിനുള്ള തെളിവുകളില്ലേ? സനീഷ്, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഇളമരം കരീം അവർകളോട് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. അതിനുശേഷം താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. BJP വിജയിച്ച വാർഡിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ പോയതിൻ്റെ കാരണം പറയേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. മറിച്ച് കോൺഗ്രസ് വിജയിച്ച ഏതെങ്കിലും ഒരു വാർഡിൽ കേരളത്തിൽ, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ, BJPയുടെ വോട്ട് മുൻപത്തേക്കാൾ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇളമരം കരീം പറയണം. അതിനുശേഷം ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് KC അബുവിൻ്റെ മകൾ മത്സരിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ മലാപ്പറമ്പ് വാർഡിൽ BJPയുടെ വോട്ട് 2010നേക്കാൾ കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി എന്ന് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ച സീറ്റുകളിൽ ഒന്നാണിത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ശ്രീ VV രാജേഷ്, അദ്ദേഹത്തിന് മുന്നിൽ തെളിവുണ്ട്, കണക്കുകളുമുണ്ട്. സനീഷ്, അല്ലല്ല സനീഷ്, ഈ ഒരു പർട്ടിക്കുലർ വാർഡിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഈ ഒരു വാർഡിലെ കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഞാൻ പാർട്ടിയുമായി അന്വേഷിച്ചിട്ട് ഞാൻ പറയാൻ തയ്യാറാണ്. ഞാൻ വേറൊന്ന് ചോദിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളിപ്പാങ്കുളം വാർഡ്, കുടപ്പനക്കുന്ന് വാർഡ്, നെട്ടയം വാർഡ്, പേരൂർക്കട വാർഡ്, മേലാങ്കോട് വാർഡ്, ഇതിൽ കളിപ്പാങ്കുളം, കുടപ്പനക്കുന്ന്, നെട്ടയം, പേരൂർക്കട LDF വിജയിച്ച വാർഡാണ്. അവിടെയൊക്കെ UDFിൻ്റെ വോട്ട് 500-ൽ താഴെയാ. കോൺഗ്രസിൻ്റെ വോട്ട് 1000-1500 വോട്ട് കോൺഗ്രസിന് കിട്ടിയ സ്ഥലങ്ങളാണ്. എവിടെ പോയി? ആ വോട്ടുകൾ BJPക്ക് വന്നിട്ടില്ല. ആ വോട്ടുകൾ LDF വാങ്ങിയിരിക്കുക.
ശിവൻകുട്ടി MLA നേരിട്ട് നേതൃത്വം കൊടുത്ത കളിപ്പാങ്കുളം വാർഡിൽ UDF-ന്റെ വോട്ട് വാങ്ങിയിരിക്കുന്നത്. മേലാങ്കോട് വാർഡിൽ കേരള കോൺഗ്രസ് ജേക്കബിന്റെ സ്ഥാനാർത്ഥി 2 ദിവസം ആ പ്രചരണത്തിനിറങ്ങിയത്. ആ വോട്ടുകൾ എങ്ങോട്ട് പോയി? ഒരു നിമിഷം ശ്രീളമരം, താങ്കൾ കോഴിക്കോട് എന്ന പോലെ ധാരണ ഉണ്ടാവുകയില്ല ഈ സമയത്ത്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ്. ഈ മത്സരത്തിൽ ഒരിടത്ത് പോലും അങ്ങനെ ഒരു ധാരണക്ക് യാതൊരു സാധ്യതയില്ല. എനിക്ക് പൂർണ്ണമായും പറയാനുള്ള സമയം തന്നെ സനീഷ്. ശരി, താങ്കൾ പറഞ്ഞു. എനിക്ക് പൂർണ്ണമായും പറയാനുള്ള സമയം തന്നെ. കാരണം ചോദ്യം വലിയ ചോദ്യമാണ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലല്ല. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കഴിഞ്ഞ കുറെ കാലം കൊണ്ട് കേരളത്തിൽ നടക്കുകയാണ്. അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. കൺസ്യൂമർ ഫെഡിലെ അഴിമതിക്കെതിരെ. ഒരു നിമിഷം ശ്രീ വി രാജേഷ്, ഈ രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്നത് മാറ്റി വോട്ടിന്റെ കണക്ക് മുന്നോട്ട് വെച്ച് ഇന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായി, MK രാഘവനും അബുവും അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തു എന്ന് വ്യക്തമായ ഒരു രാഷ്ട്രീയ ചിത്രം ഈ വോട്ടെണ്ണൽ കഴിഞ്ഞതിന്റെ വൈകിട്ട് രാത്രി 8 മണിക്ക് സംസ്ഥാനതല നേതാവ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനാണ് മറുപടി. അല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി TP ചന്ദ്രശേഖരൻ വധം ഇതൊന്നും പറയുന്നത് ഇപ്പോൾ സംഗതമാണെന്ന് തോന്നുന്നില്ല. അല്ലല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്ന് വാക്കുപയോഗിച്ച താങ്കളാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കുപയോഗിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്, രാഷ്ട്രീയമുണ്ട്. അത് പറയാനും കൂടെ അനുവാദം തരണം. ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ CIT-യുടെ നിലപാടുണ്ടായിരുന്നു. കോൺഗ്രസിനോടൊപ്പമായിരുന്നില്ലേ? താങ്കൾ CIT നേതാവല്ലേ? ചക്കിട്ടപ്പാറ ഖനനാനുമതി കേസിൽ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ വി രാജേഷ്, അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നമ്പേഴ്സ് ഉള്ള കാലത്ത് ഈ പറയുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോയാൽ ഒരുപാട് സമയമെടുക്കേണ്ടി വരുമെന്നുകൊണ്ടാണ്. താങ്കൾക്ക് അത് തന്നെയാണ് പറയാൻ തോന്നുന്നെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ നമ്മുടെ സമയം ഒരുപാട് പോകും. ചക്കിട്ടപ്പാറ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം പറയേണ്ടി വരും. അല്ല, അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പറയുമ്പോഴേക്കും എനിക്കിതൊക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം BJP-യുടെ പേരിൽ ആരോപിക്കരുത്. BJP-യുടെ പേരിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ആരോപിച്ചാൽ ഇതൊക്കെ തന്നെ എനിക്ക് തുറന്നു വിളിച്ച് പറയേണ്ടി വരും. അല്ലല്ല, BJP-യുടെ പേരിൽ എന്നതിനേക്കാൾ UDF-ന്റെ വോട്ട് അവരേതോ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് തന്നോ എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. BJP-ക്ക് കിട്ടിയതുകൊണ്ട് BJP-ക്കെതിരായിട്ടുള്ള ആരോപണം മാത്രമല്ല, അത് UDF-നെതിരായിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് കേൾക്കുന്ന ആളുകൾ, നാട്ടുകാർക്ക് എന്താ തോന്നുക എന്ന് വെച്ചാലേ ഈ വോട്ട് കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും വോട്ട് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് ഭീകരമായി കുറഞ്ഞിരിക്കുന്നു, അത് BJP-യിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്നിൽ കച്ചവടമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം വരുമല്ലോ ശ്രീ രാജേഷ്. താങ്കളുടെ സംശയം ഞാൻ ദൂരീകരിച്ചു തരാം. ഞങ്ങൾക്ക് ബൾക്കായി വോട്ട് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ബൾക്കായി വോട്ട് തന്നിട്ടുണ്ട്. നേതാക്കന്മാരുടെ ഒത്താശയോടെയല്ല, CPM-ന്റെ വോട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അരുവിക്കരയിൽ കിട്ടി. കഴിഞ്ഞ പാർലമെന്റിൽ CPM-ന്റെയും LDF-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന 10,000-കണക്കിന് വോട്ടുകൾ തിരുവനന്തപുരത്ത് ബൾക്കായി ഞങ്ങൾക്ക് ലഭിച്ചു. അവർക്കൊരു ക്ഷീണവും ഉണ്ടായില്ലല്ലോ ശ്രീ രാജേഷ്. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ വോട്ട് അവർക്കൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ലല്ലോ. സംസ്ഥാനത്ത് ക്ഷീണം ഉണ്ടായിരിക്കുന്ന UDF-നല്ലേ? അതെ, UDF-ന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് LDF-ന്റെ വോട്ട് വ്യാപകമായി ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ സനീഷ്, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വാർഡിൽ നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC വിക്രമനാ തോറ്റത്. ക്ഷീണം നിങ്ങൾക്കല്ലേ? പാങ്ങോട് വാർഡിൽ ഞങ്ങളോട് പരാജയപ്പെട്ടത് CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയാ. ക്ഷീണം CPM-നല്ലേ? ചാല വാർഡിൽ ഞങ്ങളോട് പരാജയപ്പെട്ടത് ചാല മോഹനൻ, തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച നേതാവാ. വലിയ വാർഡിൽ BS സുജാത 10 കൊല്ലം കൗൺസിലറായിരുന്ന CPM-ന്റെ ഏറ്റവും വലിയ നേതാവ് തോറ്റ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. ക്ഷീണം CPM-നല്ലേ? വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. CPM-നോട് ഞാൻ 1-2 തവണ ചോദിച്ചുകൊണ്ട് ഞാൻ ശ്രീ ഇളമരം താങ്കളിലേക്ക് വരാം. ശ്രീ പ്രകാശ് ബാബു, താങ്കൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടെ അവിടെ നിന്ന് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. തിരുവനന്തപുരത്ത് ഈ ക്ഷീണമുണ്ടായത് UDF-ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ തന്നെയുമാണ് അല്ലേ? തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ്റെ ചില വാർഡുകളിൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കോർപ്പറേഷൻ്റെ വാർഡുകളിൽ BJP-ക്ക് കിട്ടിയതിൻ്റെ അത്രയും പിന്തുണ ഈ സന്ദർഭത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, ഇന്ന് പല സ്ഥലങ്ങളിലും ഇപ്പം കൊടുങ്ങല്ലൂർ, ഞാൻ നിങ്ങളുടെ ലിസ്റ്റിൽ തന്നെ കണ്ട ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ. അവിടെ കോൺഗ്രസ്സിന് കിട്ടിയേക്കുന്ന സീറ്റ് 4ആണ്, BJP-ക്ക് കിട്ടിയേക്കുന്ന സീറ്റ് 13 14 ആണ്, LDF-നാണ് 18 സീറ്റ് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും കോൺഗ്രസ്സിന് 4 സീറ്റിൽ നിൽക്കേണ്ടുന്ന സ്ഥലമല്ല കൊടുങ്ങല്ലൂർ.
കോൺഗ്രസ് 4 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ അവിടെ നേട്ടം ഉണ്ടായതാർക്കാ? BJPക്ക് അവരുടെ സീറ്റ് 13 14 ആയി. പക്ഷെ അത് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിധി കൂടെയാണ് കണ്ടുകൂടെ ശ്രീ പ്രകാശ് ബാബു. ഇപ്പോൾ നോക്കൂ, UDFന്റെ സ്ഥലത്ത് UDFകാർക്ക് വോട്ട് കിട്ടാതെ LDFന് വോട്ട് കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്, ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയത്തിന് കിട്ടിയ വോട്ട് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതേ അവകാശം എന്തുകൊണ്ടാണ് BJPക്ക് കൊടുക്കാത്തത്? UDFന് നിന്ന് വോട്ട് പോയത് സ്വാഭാവികമായി BJPയുടെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊണ്ട് ചെന്ന് കുത്തിയത് കൊണ്ടായിരിക്കുക കൂടെയില്ലേ? അതുകൂടെ കാണേണ്ടേ നമ്മൾ? അതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. BJP മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നടത്തിയ ഒരു പ്രചരണത്തിൽ തെറ്റിദ്ധരിച്ചു വീണ നിരവധി ആളുകൾ ഈ കേരളത്തിലുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇതുവരെ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവരെ എതിർത്തിരുന്നു. അവരുടെ കൂടെ നിന്ന ആളുകൾ കുറേ പേർ ഇപ്പോൾ BJP എന്നുള്ള പേരിൽ നിൽക്കുന്നു. കോൺഗ്രസും BJPയും തമ്മിൽ ഒരു തരത്തിലും ഒരു വ്യത്യാസവും അതിലില്ല എന്നുള്ളതാണ് കേരളത്തിലെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട എതിർ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും കൂടെ ചേരുമ്പോഴുണ്ടാവുന്ന ശക്തിയേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രകാശ് ബാബു. ശ്രീ BV രാജേഷ്, താങ്കളിലേക്ക് കുറച്ചുകൂടെ സമയമായി ഞാൻ വരേണ്ടതുണ്ട്. തീർച്ചയായും താങ്കൾക്ക് വിശദീകരിക്കാനുണ്ടാകും. ഞാൻ വളരെ പെട്ടെന്ന് വരാം അതിഥികളിലേക്കെല്ലാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ BV രാജേഷ്, നമുക്ക് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ നിന്നും മാറിപ്പോയാൽ ഈ ദാദ്രി കൊലപാതകം, ബീഫ് വിഷയങ്ങൾ, കേരള ഹൗസിലെ വിവാദം, ഇങ്ങനെ BJPക്കെതിരായി അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്ര വലിയ നേട്ടമുണ്ടാക്കാനായി BJPക്ക്. ഈ നേട്ടത്തിന് ഒരുപക്ഷെ SNDPയുമായുള്ള സഖ്യം വളരെ വലിയ പങ്കൊന്നും നൽകിയിട്ടുമില്ല. SNDPയുമായിട്ടുണ്ടായിരുന്ന സഖ്യം ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഇതേക്കാൾ കൂടുതൽ SNDPക്കെതിരായ ചീത്തപ്പേര് കേൾക്കേണ്ടി വരികയും ചെയ്തു. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരികയും ചെയ്തു BJPക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത്. ആരുമായി സഖ്യമില്ലായിരുന്നെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട വിധി ഉണ്ടാകുമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ ഇപ്പോൾ? അങ്ങനെ ഉണ്ടാകേണ്ടതുണ്ടോ? സനീഷ്, ഞങ്ങൾക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള താങ്കളുടെ നിഗമനമാണ്. അത് BJPയുടെയോ എൻ്റെയോ നിഗമനമല്ല. പിന്നെ കുറേ SNDPക്കെതിരെയുള്ള കുറേ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്ക് മുത്തരിയല്ല. ഞങ്ങളുടെ ജോലി സ്ഥിരം നരേന്ദ്രമോദിക്കുള്ള ആരോപണത്തിനൊക്കെ മറുപടി പറഞ്ഞ് ഞങ്ങൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞങ്ങൾ കണ്ട് ഞങ്ങൾ അന്തസ്സായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഒരു രാഷ്ട്രീയ സഖ്യവും ഇല്ലായിരുന്നപ്പോഴും BJPക്ക് ഈ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. BJP തിരുവനന്തപുരം പാർലമെൻറ്റ് 2ാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ SNDP മാത്രമായിട്ടുമല്ല, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പുലേസ് മഹാസഭ, വിശ്വകർമ്മ സഭ, NSSന്റെ പ്രാദേശിക നേതൃത്വം, ഇപ്പോൾ പെരുന്നേലൊക്കെ BJP വിജയിച്ചിരിക്കുന്നത്. NSSന്റെ സമദൂര സിദ്ധാന്തം അവിടെ BJP ഗുണം ചെയ്തിട്ടുണ്ട്. NSSന്റെ പ്രാദേശിക നേതൃത്വങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പിന്നോക്ക സമുദായങ്ങളുമായി SNDPയുടെ നേതൃത്വത്തിൽ യോജിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. SNDPയുമായുള്ള ചേർന്നുള്ള സഖ്യം നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നാളെ വോട്ടിംഗ് പാറ്റേൺ, വോട്ട് ഷെയർ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബോധ്യമാകും. ഒന്ന് ഞാൻ ദാദ്രിയിലേക്ക് വരാം. ഇപ്പം ഞാൻ എല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ ബേസ് ചെയ്ത് പറയുന്നത് അതൊരു സാമ്പിളായിട്ടാണ്. 10 പട്ടികജാതി സംവരണ വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. സനീഷ്, അതിൽ 6ലും ജയിച്ചിരിക്കുന്ന ഞങ്ങളാ. അതിനർത്ഥം ഒരു കാലത്ത് പട്ടികജാതി സമുദായത്തിൽ നിന്നും മികച്ച സ്ഥാനാർത്ഥികളെ പോലും BJPക്ക് ലഭ്യമായിരുന്നില്ല എന്നിരിക്കെ ഇപ്പോൾ ഈ പിന്നോക്ക മൂവ്മെന്റ് ഞങ്ങൾ നടത്തിയതിന്റെ ഫലമായി വിജയിക്കാൻ സാധ്യതയുള്ള പട്ടികജാതി സമുദായത്തിലുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. 6 സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു. 10ൽ 4ഇടത്ത് LDF UDF നമ്മൾ ജയിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഞങ്ങളിൽ നിന്നും അകന്നു നിന്നിരുന്ന ഒരു സെക്ഷനിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും സ്ഥാനാർത്ഥിയാക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. മലബാർ മേഖലയിലൊക്കെ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട കരീം സഖാവിന് അറിയാമായിരിക്കും. ഇവിടെ പരപ്പനങ്ങാടി, മലപ്പുറം ജില്ലയിലെ തിരൂർ, താനൂർ, ഇവിടെയൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പാലക്കാട് നഗരസഭയിൽ പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ BJPയുടെ സ്ഥാനാർത്ഥികളായി. ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ നേരത്തെ തന്നെ വലിയൊരു സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ദാദ്രി, അതുപോലെ തന്നെ ഹരിയാന, കൽബുർഗിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ആ മേഖലയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ LDFനും UDFനും ചില മാധ്യമങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിലും ആ ചർച്ച ഉത്തമ വിശ്വാസത്തോടെ ഒരു നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ ഞങ്ങൾ നേരിട്ടതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു. കൽബുർഗി കൊല്ലപ്പെട്ട് കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു. ദാദ്രി നടന്ന് ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടി ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു കേരള ഹൗസിൽ നടന്ന സംഭവത്തെ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി അപലപിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളഞ്ഞിട്ട് BJP അനുകൂലമായി വോട്ട് ചെയ്തു.
ശ്രീ ഇളമരം കരീം നല്ല ആത്മവിശ്വാസത്തിലാണ് ബി രാജേഷ് മാത്രമല്ല BJP ഒന്നാകെ തന്നെ. അവർക്ക് ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട്, നല്ല ഊർജ്ജമുണ്ടായിട്ടുണ്ട് അവർക്ക്. അവരെ പക്ഷേ തടയാനൊന്നും പറ്റില്ല LDFന് എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. ഇതിൽ BJP 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% വോട്ട് കേരളത്തിൽ നേടിയ ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ബലം എന്താണെന്ന് കേരളത്തിന് നേരത്തെ അറിയാം. അതിനുശേഷം 1991 പിന്നെ പലപ്പോഴും അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു വന്നതിൻ്റെ കാരണം KG മാരാരുടെ പഴയ പുസ്തകം തപ്പിയാൽ അതിൽ നിന്ന് വസ്തുതകൾ മനസ്സിലാവും. ഇപ്പോൾ BJP അസാധാരണമായ നിലയിലുള്ളൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നതെല്ലാം അതിശയോക്തി കലർന്നതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവർ നേടിയ വോട്ടിൻ്റെ കോർപ്പറേഷൻ ഭാഗത്തെ മൊത്തം ഷെയർ എടുത്താൽ ആ ഒരു ശക്തി നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ജില്ല എടുത്താൽ ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ അവർക്ക് ഒരിടത്ത് നേടാൻ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും ചോർന്നിട്ടില്ല എന്ന് നാളെ കൃത്യമായ കണക്കുകൾ വരുമ്പോൾ വ്യക്തമാകും. അതുകൊണ്ട് ഒരു തരത്തിലും BJP അപ്രതിരോധ്യമായ ഒരു ശക്തിയായി കേരളത്തിൽ വളരുന്നു എന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. കാണുന്നില്ല. മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രീ ഇളമരം കരീം നേരത്തെ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം RSPക്ക് അവരുടെ ഇടത്ത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. അവരവരുടെ രാഷ്ട്രീയം പുനഃപരിശോധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കാൻ സമയമായോ? ഇത് CPIM എന്ന നിലയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും ഇടതുപക്ഷ പാർട്ടികളെല്ലാം പണ്ട് LDFൽ ഉണ്ടായിരുന്നവർ തിരിച്ച് LDFുമായി സഹകരിക്കാൻ സന്നദ്ധമാവണമെന്ന് പരസ്യമായി തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാട് പുനഃപരിശോധിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന നിലപാട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൈക്കൊള്ളുകയും വേണമെന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ആ അഭിപ്രായമാണ് VS ഇപ്പോഴും വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഒരു പ്രായോഗികവും ഇന്നത്തെ സാഹചര്യത്തിനനുസൃതവുമായ ഒരു നിലപാട് ആ പാർട്ടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഇളമരം കരീം, ശ്രീ BV രാജേഷ്, ശ്രീ പ്രകാശ് ബാബു, ശ്രീ K മുരളീധരൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്.